ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുഡീസിൻ്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ ഞാനിന്ന് ചെയ്യുന്നത് പയറുതോരനാണ്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത പയറുതോരൻ. അപ്പോൾ ഇത് കാണുന്നത് പോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പയർ എടുത്ത് വെച്ചിട്ടുണ്ട്. നീണ്ട പയറാണ്. പിന്നെ സവാള, പച്ചമുളക്, കറിവേപ്പില, പിന്നെ തേങ്ങാക്കൊത്ത് ചെറുതായി മുറിച്ച് വെച്ചത്, ഇത്രയാണ് എടുത്തേക്കുന്നത്. പിന്നെ പയർ ഒരേ വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനായിട്ട് ഒരു പാൻ വെക്കുക. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തില്ലേ, ചെറുതായി മുറിച്ച് വെച്ച അത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. തേങ്ങാക്കൊത്തി ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്നോടം വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. തേങ്ങാക്കൊത്ത് ഇടുന്നതാണ് ഈ പയറുതോരന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. അല്ലാതെ നമ്മൾ വേറെ തേങ്ങയൊന്നും ഇതിൽ ചേർക്കുന്നില്ല, ഈ തേങ്ങാക്കൊത്ത് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. ഒരു സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്, ഇതേപോലെ നീളത്തിലരിഞ്ഞതാണിത്. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ പയറാണെങ്കിൽ നമ്മുടെ ഒരു കൈപ്പിടിക്ക് ഒരു പിടുത്തമായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. ഈ ഇത്രയും നീളത്തിൽ തന്നെ കട്ട് ചെയ്യാൻ നോക്കണം. അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി വേണ്ടവർക്ക് കുറച്ച് ചേർക്കാവുന്നതാണ്, ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ചേർക്കുന്നില്ല, ഇതേപോലെ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇത് പയറിൽ വെള്ളം ഒഴിച്ച് വേവിക്കണമെന്നില്ല, കുറേ ടൈം എടുക്കും. പക്ഷേ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കും പയർ വെന്ത് കിട്ടാനായിട്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല, 1/2 ഗ്ലാസ് മാത്രം. ഇനി അത് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പയറിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്, വെള്ളമൊക്കെ നന്നായി തിളയ്ക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഫുൾ വെന്തിട്ടില്ല, കുറച്ചും കൂടെ വേവാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കാം. ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ പയർ ഏകദേശം ആയിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പയർ വെന്തോന്നൊക്കെ ഒന്ന് നോക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. ഇനി കുറച്ച് നേരം തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്യണം. അപ്പോൾ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഏകദേശം ആയി, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ പയറുതോരൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓണത്തിന് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. കൂടുതലായിട്ട് ക്യാബേജ് തോരനും പയറുതോരനുമാണ് സദ്യക്കൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ക്യാബേജ് ഞാൻ പിന്നെ ഒരു ദിവസം ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഈ പയറുതോരൻ എല്ലാവരും ഉണ്ടാക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി പുതിയൊരു ഓണ വിഭവമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.